ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊന്ന് എൻ്റെ മോടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് മൊനേങ്ങുന്നാണ്. മോൾക്ക് സുഖമില്ല, പനിയാന്ന് പറഞ്ഞായിരുന്നു മോക്കും കൊച്ചുമോക്കും. അത് കാരണം പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെന്താ വേറെ വിശേഷമൊക്കെ? ഈ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര കാടാന്നൊക്കെ അല്ലേ? കാടും മരവും ഒക്കെ. അതൊരു വഴിയാണ്, കുറുക്ക് വഴിയിലൂടെ ഞാൻ വന്നത്. അപ്പുറം മൊനേങ്ങുന്ന് സ്കൂളിൻ്റെ അടുത്ത്, അതിൽ അവരുടെ മുറ്റത്തേക്ക് എത്താൻ പറ്റും വണ്ടിയിൽ. ഞാനിവിടെ ഇറങ്ങി ഇതിലേ നടന്നു പോവുകയാണ്. അന്നേരം നല്ല നല്ല പച്ചപ്പും പച്ചച്ചീരയും ഒക്കെ കാണുന്നുണ്ട്. ചീരയാണെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിലേ ഇങ്ങനെ വന്നു പോവാം. നല്ലൊരു മനോഹരമായ പച്ചപ്പാണ് അവിടെ കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണോ ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ? എനിക്ക് വളരെ സന്തോഷമാണ് ഇങ്ങനെ അത്യാവശ്യം നടന്നു പോകാനും ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആസ്വദിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെയാണോ? പിന്നെന്താണ് നിങ്ങളുടെ വർത്താനമൊക്കെ? അങ്ങനെ ഇവിടെ ഒരു പുഴയുണ്ട്, ഒരു തോട് പോലത്തെ പുഴ. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ നല്ല ഇതായിരുന്നു കാണാൻ വേണ്ടി. വെള്ളം നല്ല പൊക്കത്തിന് പാലത്തിൻ്റെ അടുത്ത് വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പോയ സമയമല്ലേ, വെള്ളം കുറവാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടം വരെ എത്തി. ഞാൻ മാത്രമേ ഉള്ളൂ പോയത്, വേറെ ആരും വന്നില്ല, കൂട്ടിയില്ല. വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ആ മോളെ കാണാൻ വേണ്ടി പോയതാണ്. കുറേ ദിവസമായി കണ്ടിട്ട്. അങ്ങനെ നമുക്കൊരാഗ്രഹമല്ലേ നമ്മുടെ മോളെയൊക്കെ ഒന്ന് പോയി കാണാനൊരു സന്തോഷമല്ലേ? മക്കൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും അങ്ങോട്ട് പോയി കാണണമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാന്ന്. ഇവിടെ ഒരു തോടാണ്. ആ തോടിൻ്റെ അടുത്ത് കുറേ ഈറയുണ്ട്. പണ്ട് തോട്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന ഈറയാണ്. ഒരുപാട് ഈറയുണ്ട്. നല്ല രസമാണ് അത് വെട്ടിയെടുത്ത് നീളത്തിന് നമ്മൾ തേങ്ങ ഒക്കെ പറിക്കാൻ വേണ്ടി. പണ്ടുള്ളവരൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ആ മുള വെട്ടിയെടുക്കും, വെട്ടിയെടുത്ത് നീളത്തിന് തോട്ടി ഉപയോഗിക്കും. അതാണ് എന്താ ഈറോടെ മുളയായി കാണുന്നത് ഉപയോഗിച്ച്. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ അടുത്ത് എത്താനായി. പണ്ട് ഞാനും ഫിദായും കൂടി ഇതിലേ പോകുമായിരുന്നു. അന്നേരം ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ നടന്നു പോക്ക് കുറവാണ്. ഇതിലേ ഞാൻ വന്നപ്പം അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. നല്ല വെള്ളമാണ്. ഇവിടെയാണ് എല്ലാവരും വന്ന് കുളിക്കുന്നത്, മുങ്ങി കുളിക്കുക. ഈ പാലത്തിൻ്റെ കീഴോട്ട് വെള്ളമുണ്ട്, അപ്പോൾ നമുക്ക് മുങ്ങി കുളിക്കാൻ പറ്റും. ഒഴുക്കുമുണ്ട്, തുണി അലക്കിക്കൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇപ്പം നല്ല ഒഴുക്കുള്ള ഒരു പുഴയാണ്. ഇങ്ങനെ കാണുന്നെങ്കിലും വീഡിയോയിൽ കാണുന്നെങ്കിലും ഇറങ്ങിയാൽ നല്ല മുട്ടത്തെ മുകളിലോട്ട് വെള്ളമുണ്ട്, മുങ്ങി കുളിക്കാൻ പറ്റും. കുറേ കാലം കൂടി മുങ്ങി കുളിക്കുമ്പോൾ നമുക്ക് വ്യത്യാസമല്ലേ തോട്ടിലും പുഴയിലും ഒക്കെ പോയി മുങ്ങി കുളിക്കാൻ. പണ്ടൊക്കെയാണെങ്കിൽ പുഴയിൽ പോയി മുങ്ങി കുളിക്കൂലേ, കുളത്തിലും ഒക്കെ. എന്ത് രസമാണ് ആ കാലമല്ലേ? ഇപ്പോഴുണ്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ? അങ്ങനെ ഇവിടെ കുറച്ച് ചീരയൊക്കെ കണ്ട് കേട്ടോ. നല്ല ചീരയാണ്. ഇങ്ങനത്തെ ചീര എല്ലാ സ്ഥലത്തും ഉണ്ടാവും, എല്ലാ പറമ്പിലും ഉണ്ടാവും. ചുമന്ന ചീര പറിച്ച് തോരൻ വെക്കാനൊക്കെ നല്ലതാണ്. അതിനൊരു ചെറിയ പൂവുണ്ട്, കമ്മലിട്ട പോലെ ഒരു പൂവ്. നല്ല കളറായി. ഈ വീഡിയോയിൽ കാണുന്നതിൽ നല്ലൊരു വയലറ്റ് കളറാണ് അതിന്. തോരൻ വെക്കാനുള്ള ചില അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ആ ചീര. അങ്ങനെ അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോയി ചെറിയ കമ്മൽ ചെടികളും പാടവും പറമ്പും അരുവികളും ഒക്കെ കാണാനൊരു സന്തോഷമല്ലേ? എല്ലാവർക്കും ഇങ്ങനെയല്ലേ? പച്ചപ്പൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം വരൂലേ? അങ്ങനെ അവിടുന്ന് ഈ കവുങ്ങും തോട്ടത്തിൽ കൂടെ പോയി അവിടെ എത്തി. ഒരു കൂട്ടുകാരുടെ വീടിൻ്റെ അടുത്തൊരു നല്ല പൂവുണ്ട് കണ്ട. ആ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഈ ചെറിയ കുട്ടികളെ കാണുമ്പോൾ സന്തോഷം പോലെ നല്ല പൂവാണ്. നോക്കി എന്ത് രസമാണ് പൂ കാണുന്നത്. അത് ആ കുട്ടി അവിടെ നിൽക്കുന്നു കത്തിയും പിടിച്ച്. ഞാൻ പറഞ്ഞു കത്തി കൊണ്ടുവെക്കുമോനെ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞോട് പറഞ്ഞു കത്തി കൊണ്ടുവെക്കാൻ. അതവിടെ ഒന്ന് വർത്താനം പറയുക. എന്നിട്ട് എന്നോട് ചോദിച്ച് പൂ വേണോ ചെടി വേണോ എന്നൊക്കെ പറിച്ച് തരാം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട.
അങ്ങനെ അങ്ങനെ അവിടെ നിൽക്കുക. എന്നിട്ട് ഞാൻ മുന്നോട്ട് പോയി. ഇതിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ല ചെടികളാണ്. മോളെ നാത്തൂൻ്റെ വീടാണ്. അവിടെ എത്തുമ്പോൾ നല്ല ചെടികൾ പിന്നെയും കാണാം. എനിക്ക് ചെടി കണ്ടാലുള്ള സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ നല്ല ചെടികളൊക്കെയാണ് അവിടെ ഉള്ളത്. നല്ല പച്ചപ്പും മരവും ചെടികളും എല്ലാമാണ്. മോളെ നാത്തൂൻ്റെ വീടാണ്. നല്ല പൂക്കളുണ്ട് അവിടെ. വലിച്ചു അങ്ങനെ നല്ലൊരു വെൽവെറ്റിൻ്റെ പൂവ് അല്ല, നല്ല രസമുണ്ട്. എല്ലായിടത്തും ഉണ്ട് ഈ പൂവ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഭംഗി. അങ്ങനെ അവിടെ അതിമനോഹരമായ ചെമ്പരത്തി പൂവുണ്ട്, കട്ടപ്പൂ, റോസപ്പൂവുണ്ട്. ഓർക്കിഡാന്ന് തോന്നിയത്. വെള്ള ഓർക്കിഡും ചുമന്ന ഓർക്കിഡുമാണെന്ന് തോന്നി. ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഉണ്ടല്ലോ ഇത് കാണാനൊരു രസമില്ലാന്ന് തോന്നും. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ആ പൂ നല്ലത് ആസ്വദിക്കാൻ. കട്ടച്ചമ്പരത്തിയുണ്ട്. അങ്ങനെ അവിടുന്ന് ഇപ്പുറം വന്ന് അതിൻ്റെ അപ്പുറം നല്ലൊരു ഓർക്കിഡ് പൂവുണ്ട. പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കുട്ടികളുടെ എൻ്റെ കിൻഡർ ജോയ്, എൻ്റെ മോളെ കിൻഡർ ജോയ് തിന്ന സാധനങ്ങളൊക്കെ. അത് കഴിഞ്ഞ് മീൻ പൊരിക്കാമെന്ന് വിചാരിച്ച് മോടടുത്ത് വന്ന്. ബിരിയാണി കോഴി ഇറച്ചിയൊന്നും ഇഷ്ടമല്ല. സാധാരണ ചോറും കറിയൊക്കെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് നല്ല പാവയ്ക്കായും താളും കൂടെ തോരൻ വെക്കുക. പാവയ്ക്ക കയ്പുണ്ടാവില്ല. താളരിഞ്ഞതിൻ്റെ കൂടിലിട്ടാൽ നല്ല തോരനാണ്. പിന്നെ മുളകും തേങ്ങായും പച്ചമുളകാണ് ഇട്ട് ഒതുക്കി ചേർത്ത് തോരൻ വെക്കാൻ വെച്ചു. അത് വെന്ത് വരുമ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. പിന്നെ മീനുണ്ടായിരുന്നു, മീനും പൊരിക്കുന്നു. ഞാൻ ആരോടും പറയാതാണ് പോയത് അവിടത്തേക്ക്. ഇപ്പോൾ സുഖമില്ല, കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയതാണ്. അങ്ങനെ മീൻ അവിടെ കിടന്ന് പൊരിയട്ടെ. പിന്നെ എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. കാലാവസ്ഥയൊക്കെ മാറിയൊക്കെ വരുന്നുണ്ട്. എന്താണെന്നറിയില്ല നാളത്തെ കാര്യം. പിന്നെ അതിൻ്റെ കൂടെ നല്ല പച്ചക്കപ്പ വേവിച്ചതുണ്ട്. സാമ്പാർ കറി തുറന്നത് ആയി. സാമ്പാറായി. അതിൻ്റെ കൂടെ തിന്നാൻ കപ്പയുണ്ട്. അതിൻ്റെ കൂടെ തിന്നാൻ നല്ല അടിപൊളി കപ്പയാണ് മക്കളെ. കുഴച്ചിറക്കിയ കപ്പയാണ്. ഒരു മീനും കൂട്ടി മോര് ഒഴിച്ചങ്ങോട്ട് കഴിക്കണം. എന്താ ടേസ്റ്റ് എന്നറിയാതെ. ബാക്കി എന്തൊക്കെ സാധനം നമ്മൾ തിന്നാലും നമുക്കതങ്ങനെ വേണ്ടി വരില്ല. പക്ഷേ ഈ കപ്പയെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കപ്പയും മീനും മോരും ഒക്കെ കണ്ടാൽ നമ്മൾ വിടൂല. എത്ര സുഖമില്ലെന്ന് പറഞ്ഞാലും അത് നമ്മൾ കഴിക്കും. അങ്ങനെയല്ലേ എല്ലാവരും? കമൻറ്റ് ചെയ്യണേ. പിന്നെ അവിടുന്ന് ഞങ്ങൾ അരുവിയിലേക്ക് പോയി. നമ്മുടെ പറമ്പിലൂടെ അരുവിയിലേക്ക് പോയി. ഞാനും മോളും ഉണ്ട്. അങ്ങനെ അരുവിയിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ചെറിയ തോടാണ്. ഇഷ്ടംപോലെ വെള്ളം ഇങ്ങനെ ഒഴുകി മേലെ നിന്നേ വരുന്നുണ്ട്. ഓരോ സൈഡിൽ കുഴിയുള്ളിടത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പുറം ഇപ്പുറം ഇപ്പുറത്തെ പറമ്പെല്ലാം ബാക്കിയിട്ട് അപ്പുറം ഭയങ്കര കാടാണ്. എനിക്ക് വെള്ളം തോട്ടിൽ കൂടെ ഇപ്പോഴും വെള്ളം ഒഴുകുന്നുണ്ട്. അതെപ്പോഴും കുറച്ച് വെള്ളം ഇങ്ങനെ വരും. കുഴിയുള്ളിടത്ത് ഇഷ്ടംപോലെ വെള്ളം കെട്ടിക്കിടക്കും. അതാണ് ആ തോട്. ഇങ്ങനെ വെള്ളമുള്ള പ്രദേശമാണ് അവിടെ. കണ്ടോ വെള്ളം? അതിൻ്റെ അകത്ത് കുറേ മീനുകളൊക്കെ ഉണ്ട്. ചെറിയ മീൻ. പണ്ട് നമ്മൾ ഈ തോർത്ത് കെട്ടിയൊക്കെ കുളിക്കാൻ പോകുമ്പോൾ മീനെ പിടിക്കൂലേ, അതാണ് സംഭവം. അതുപോലെ പിള്ളേർ പിടിക്കാൻ ഇറങ്ങും തോട്ടിൻ്റെ അകത്ത്. ഇതിൻ്റെ അപ്പുറം അങ്ങോട്ട് നോക്കിയാലുണ്ടല്ലോ ഭയങ്കര കാട. ഈ റബ്ബറിൻ്റെ അപ്പുറം നോക്കിയാൽ പടൽ കയറി കിടക്കുക. അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് നല്ല മോളുണ്ട് കൂടെ, കൊച്ചുമോളുണ്ട് കൂടെ. അങ്ങനെ എന്നിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ടല്ലോ ആ മീൻ പിടിക്കാൻ വേണ്ടി. അവൾ മീൻ പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഇറങ്ങണ്ടാന്ന്. ചെറിയ മീനുണ്ട് ആ വെള്ളത്തിനകത്ത്.
നല്ല ഭംഗിയുണ്ടത് കാണാൻ വേണ്ടി. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയാണ്. വെള്ളം കാണുമ്പം കളിക്കും പിള്ളേർ. എന്നിട്ട് പിന്നെ പിള്ളേർക്ക് അസുഖങ്ങളും വരും. ഇതിൻ്റെ അപ്പുറം ഭയങ്കര കാടാണ്. കാടാണ് ആ കയ്യാലയ്ക്കപ്പുറം. കാടൊന്നും കൊത്തിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ പുലി കയറിയിരുന്നാലും ആരും കാണൂല. നോക്കി ഭയങ്കര കാടാണ് അത്. എന്താ കാണാൻ പച്ചപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലെത്തി. ഞങ്ങൾ ചോറ് കഴിക്കാൻ അല്ലെങ്കിൽ ചോറും കഴിച്ചേച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് ഷീറ്റ് അടിക്കാമെന്നോർത്ത്. റബ്ബർ ഷീറ്റ് ഉണ്ടായിരുന്നു അവൾക്ക്. അന്നേരം അടിക്കാൻ വേണ്ടി അവിടെ കൂട്ടുപോയി. അങ്ങനെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഭാഗമാണ് ഈ എടുത്തത്. അങ്ങനെ അവിടുന്ന് റബ്ബർ ഷീറ്റ് അടിക്കാൻ കുറേ കാലമായി. ഈ റബ്ബർ ഷീറ്റ് ഇത് എടുക്കുന്നവർക്ക് ഇതൊക്കെ എടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ മോളോടെ ഞാനും പോയി ഷീറ്റ് അടിക്കുന്നിടത്ത്. അങ്ങനെ റബ്ബർ ഷീറ്റ് പഠിച്ചു. അതും ഒരാഗ്രഹമായിരുന്നു. കുറേ കാലമായപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് അതും ചെയ്യാൻ കൂടി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലെത്തി. മക്കളെ അടിപൊളിയായിരുന്നു. കൊച്ചുമക്കൾ 7 പേര് ഞങ്ങളും കൂടെ അടിപൊളി രസം. അതെൻ്റെ മോനാണ് ഫായിസ എന്നത്. അതിൻ്റെ കൂടെ മക്കളെല്ലാവരും കൂടി അടിപൊളിയായി കളിച്ച് എല്ലാവരും സന്തോഷത്തിലായി. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവർ പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.